ഇൻഷുറൻസിന്റെ എല്ലാ തലങ്ങളും ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് സം അഷ്യൂർഡ്? ഇത്ര രൂപ വരെയുള്ള ട്രീറ്റ്മെന്റ് നടന്നാൽ ആ എമൗണ്ട് കമ്പനി തരണം എന്ന് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. അത് സപ്പോസ് ഒരു 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ കമ്പനിക്ക് കൊടുക്കുന്നു? നിസ്സാരമായ ഭാഷയിൽ ഇതാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീമിയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പല കമ്പനികൾക്കും അത് പല തരത്തിലാണ്. ചിലർക്ക് വളരെ കൂടുതലാണ്, ചിലർക്ക് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ബാക്കി കമ്പനികൾ കൂടുതൽ മേടിക്കുന്നത്? അവിടെയാണ് നമ്മൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഡിഫറൻസ് വരുന്നത്. എങ്ങനെ പ്രീമിയം കുറയുന്നു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അത് നമ്മുടെ ക്ലെയിംസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും ചർച്ച ചെയ്യാം. എന്തൊക്കെ പാരാമീറ്ററുകളിലാണ് നമ്മളുടെ ക്ലെയിം റിജക്റ്റ് ആവുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ സംസാരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതല്ലാതെ നമുക്കൊരു OP അതുപോലത്തെ കാര്യങ്ങളിലേക്കല്ല ഇപ്പം നിലവിൽ നമ്മൾ സംസാരിക്കുന്നത്. 24 അവർ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ള പ്ലാനുകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഏറ്റവും അധികം. അത് തന്നെയാണ് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പനി വന്നു എന്ന് വെച്ചുകൊണ്ട് കിട്ടണമെന്നില്ല. സാധാരണഗതിയിൽ ഒരു പനി വന്നു, ഒരു ഡോളോ വല്ലതും കഴിക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, റെസ്റ്റ് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്തു, വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ യാതൊരു കാരണവശാലും ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതേസമയം നമുക്ക് പനിയുടെ കൂടെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു ട്രീറ്റ്മെന്റ്, ഒരു ഡയഗ്നോസിസ് ശരിക്കും നടത്താനുണ്ട്. എന്തുകൊണ്ടാണ്, എന്തിലേക്കാണ് അത് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുണ്ട്. അവിടെ നമുക്ക് ടെസ്റ്റുകൾ എടുക്കാനുണ്ട്, ട്രീറ്റ്മെന്റ്സ് നടത്താനുണ്ട്. ഏതെങ്കിലും ഒരു അസുഖം നമുക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പനിയുടെ കൂടെ വയറിളക്കം, ഛർദി, നിർത്താതെയുള്ള ഛർദി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ ആവശ്യമാണ് എന്നുള്ള തരത്തിൽ അത് ചെയ്തു തരുന്നതാണ്. അപ്പൊ അവിടെ ഒരു ഹെൽത്ത് ക്ലെയിം ആവശ്യമായിട്ട് വരും. ആ സാഹചര്യത്തിൽ നമുക്ക് സപ്പോർട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അഥവാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുക തന്നെ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ മേടിച്ചെടുക്കാം എന്നുള്ളതും നോക്കാം. എനിക്ക് പറഞ്ഞ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഡ്മിറ്റ് ആവേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോൺ ഡിസ്ക്ലോഷറുകളാണ്. അതായത് ഏതെങ്കിലും ഒരു അസുഖം നമുക്കുണ്ട്, ആ ഒരു അസുഖം നമ്മൾ മറച്ചു വെച്ചു എന്ന് വിചാരിക്കുക. ആ മറച്ചു വെച്ചതിന് ശേഷം അതേ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. അപ്പൊ പോകുന്ന സമയത്ത് നമ്മൾ ഡോക്ടറോടുള്ള സത്യങ്ങളെല്ലാം പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുകയാണ് ഈ ഒരു അസുഖം ഇയാൾക്കുള്ളതാണ്, നേരത്തെ ഉള്ളതായിരുന്നു എന്നുള്ള തരത്തിൽ ഡോക്ടർ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നോൺ ഡിസ്ക്ലോഷറിലേക്കാണ് അത് പോവുക. അസുഖം മറച്ചു വെച്ചിട്ട് നമ്മൾ പോളിസി എടുത്തു എന്നുള്ള തരത്തിൽ വരും. അവിടെ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പോളിസി ക്യാൻസൽ ആവുകയും നമ്മൾ അടച്ച എമൗണ്ട് അടക്കം ചില സാഹചര്യത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ IRDAയുടെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം എന്ന് പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഒരു നോൺ ഡിസ്ക്ലോഷറിന്റെ കേസിൽ നമുക്ക് ക്ലെയിം റിജക്ട് ചെയ്യാൻ പാടില്ല എന്ന പുതിയ റൂളിംഗ് ഉണ്ട്. അത് നേരത്തെ 8 വർഷം എന്നുള്ളൊരു സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ജനറലി നമുക്ക് അത് എപ്പോൾ അസുഖം വരാം എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് നോൺ ഡിസ്ക്ലോഷറിനെ കുറിച്ച് വളരെ ബോധേഡ് ആയിരിക്കണം. എന്ത് അസുഖം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്ന് പറയേണ്ടതാണ്. അല്ല എങ്കിൽ കമ്പനി ആ ഒരു കാര്യം കണ്ടുപിടിക്കും. കാരണം ഈ ഒന്നില്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് നിന്ന് അത് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാബ് റിസൾട്ട്സ് വരുന്നതിന്റെ ഇടയ്ക്കോ എല്ലാം കിട്ടും. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങുന്നത്. അത് എക്സ്ക്ലൂഷൻസ് ആണ്. ചില കേസുകൾ എന്ന് പറഞ്ഞാൽ പെർമനന്റ് എക്സ്ക്ലൂഷൻ ആണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു പോളിസി ജനറലി കിട്ടില്ല. ചില സ്പെസിഫിക് കമ്പനിയുടെ ചില സ്പെസിഫിക് പ്രോഡക്ട്സ് ഉണ്ടാകും, എന്നാലും ജനറലി നമ്മൾ പറയുമ്പോൾ അത് കിട്ടില്ല. ഇതിനൊക്കെ മാറ്റം വരും. സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ ഇൽനസ് അടക്കമുള്ള ആളുകൾക്ക് പോളിസി കൊടുക്കണമെന്നുള്ള സംഭവമൊക്കെ വന്നിട്ടുണ്ട്. കമ്പനീസ് എല്ലാം റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രീമിയം വളരെയധികം ഹൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ തന്നെ വേറെ വീഡിയോസിൽ നമ്മൾ പ്രീമിയം ഹൈക്കിനെ കുറിച്ച്, കമ്പനീസിന്റെ റേറ്റ് മാറുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും പ്രീമിയം കൂട്ടും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്തൊക്കെയാണ് എക്സ്ക്ലൂഷനിൽ വരുന്നത്? ഡ്രഗ് അബ്യൂസും പോലുള്ള സംഭവങ്ങളിൽ നമ്മൾക്ക് യാതൊരു കാരണവശാലും ക്ലെയിംസ് ലഭിക്കില്ല. നമ്മളുടെ സ്വബോധത്താൽ അല്ലെങ്കിൽ സ്വബോധത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ആക്സിഡന്റുകൾക്ക് നമുക്ക് കിട്ടുമെങ്കിലും നമ്മൾക്ക് സ്വബോധം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കിട്ടുന്നതൊന്നും തന്നെ ക്ലെയിമിലേക്ക് എടുക്കേണ്ടതായിട്ട് ഇല്ല എന്നാണ് കമ്പനികളുടെ തീരുമാനം. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അതില് ഇപ്പൊ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആക്സിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പോലും യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ക്ലെയിം കിട്ടുകയെന്നുള്ള നിർബന്ധമില്ല. വേറെ ഒരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു നിങ്ങളെങ്കിലും ഇതേ സാഹചര്യം തന്നെയാണ്. അവിടെയും നമുക്ക്
ക്ലെയിം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ തിരിച്ചറിയുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാലും ഇത് ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതായതുകൊണ്ട്, പെട്ടെന്ന് തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ക്ലെയിം റിജക്ഷനിലേക്ക് നീങ്ങാവുന്നതാണ്. വാർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ചെന്ന് ചാടിയാൽ നിങ്ങൾക്കിത് കിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, നമ്മളായിട്ട് ഏതെങ്കിലും ഒരു ആക്രമണ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അതിൽ നിന്ന് മേടിച്ചു കൂട്ടുന്ന സംഭവങ്ങൾക്കൊന്നും തന്നെ കമ്പനികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് സാധിക്കില്ല. അവരത് തരില്ല. ഉള്ള ആളുകൾക്ക് ആദ്യമേ തന്നെ അവർ പറയും ഇത് കിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയും. ഇപ്പോൾ ആൽക്കഹോളിക് ലിവർ സിറോസിസ് നേരത്തെ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമാണ്. അത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് മാത്രമല്ല, ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഉള്ള ഒരാൾക്ക് ഒരു പോളിസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ നടപ്പിലുള്ള കാര്യമല്ല. അവിടെ കുറേ കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മുടെ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളവർക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോഡക്ട്സ് ആണ്. അത് എല്ലാ കേസിലും നമുക്ക് വയബിൾ ആയിരിക്കില്ല. എല്ലാ കേസിലും അവർക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ ചില കേസിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ക്ലെയിം വന്നു കഴിയുമ്പോൾ അത് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ ഏറ്റവും ആപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം പറയുന്നത്. ആൽക്കഹോളിക് ലിവർ സിറോസിസ് പോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലെയിം നമ്മൾക്ക് കിട്ടില്ല. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. സൊല്യൂഷൻ പോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ പറയുന്നു, നമ്മൾ ഇന്ന അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പോളിസി കിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെയും ലിസ്റ്റുകൾ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിമച്വർ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസ് കാര്യങ്ങളൊക്കെ വന്ന് അവർക്ക് ജന്മന ഉള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും കമ്പനീസ് റിജക്റ്റ് ചെയ്യാറുണ്ട്, പോളിസീസ് റിജക്റ്റ് ചെയ്യാറുണ്ട്. ക്ലെയിം അല്ല, പോളിസീസ് റിജക്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് പോളിസി കൊടുക്കാറില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓക്കെ, പക്ഷെ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും പുതിയ പ്ലാനുകൾ വരേണ്ടതാണ്. അല്ലെങ്കിൽ ചിലതിൽ റൈഡേഴ്സ് ആഡ് ചെയ്തിട്ട് കമ്പനീസ് ഇതെല്ലാം മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ചില ആളുകൾ വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് അവർക്ക് പ്രോപ്പറായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലെയിം വന്നു കഴിഞ്ഞപ്പോൾ കമ്പനി നമുക്ക് ക്ലെയിം തന്നില്ല, അതുകൊണ്ട് കമ്പനി മോശമാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോശമാണ് എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അത് നമുക്ക് വേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രീമിയം കുറയ്ക്കാവുന്നത്, ഈ വക കാര്യങ്ങളാണ് ഇനി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കുറച്ച് ടേംസ് പഠിക്കും. എങ്ങനെയാണ് കമ്പനികൾ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കമ്പനികളുടെ പ്രോഡക്ട്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് കുറഞ്ഞ അല്ലെങ്കിൽ പ്രീമിയം എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം പ്രീമിയം കുറവാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പോളിസിയിൽ ഉണ്ടാവാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് കോ പേയ്മെന്റ്. നിങ്ങൾ ഏത് പോളിസിയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പോളിസി വേഡിങ്സ് അല്ലെങ്കിൽ കസ്റ്റമർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യമാണ് കോ പേയ്മെന്റ്. നിങ്ങളുടെ പോളിസിയിൽ ഒരു കോ പേയ്മെന്റ് ഉണ്ടോ? ഇത് പറയുന്നത് പോലെയാണ്, നമുക്കൊരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോഴും നമ്മളുടേതായിട്ടുള്ള പങ്ക് നമ്മൾ കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കോ പേയ്മെന്റ് 30%, 20%, 10% ഉള്ള പല പോളിസികളുണ്ട്. അപ്പോൾ 10%ന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ അനുവദനീയമായ തുകയുടെ 10% ഞാൻ തന്നുകൊള്ളാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അനുവദനീയമായ തുക, ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ ബില്ല് വന്നു എന്ന് വിചാരിക്കുക, അതിൻ്റെ 10% ഞാൻ തന്നോളാം എന്നല്ല അതിൻ്റെ അർത്ഥം. അനുവദനീയമായ തുകയുടെ ചില കട്ടിങ് കാര്യങ്ങളൊക്കെ ചില പോളിസികളിൽ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുവദനീയമായ തുകയുടെ 10% ഞാൻ അങ്ങോട്ട് തന്നോളാം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കോ പേയ്മെന്റ് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോ പേയ്മെന്റ് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കാനായിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഡക്ട്സ് ആളുകൾ പറയുന്നത് വളരെ പ്രീമിയം കുറവാണല്ലോ എന്ന് പറയും. ചില പ്രോഡക്ട്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, 30% കോ പേയ്മെന്റ് വരാറുണ്ട്. ആ ഒരു സമയത്ത് കമ്പനിക്കും റിസ്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20% അനുവദനീയമായതിൻ്റെ 20% വീണ്ടും കമ്പനിക്ക് കിട്ടുവാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, പ്രീമിയം അവർ കുറച്ച് തരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അത് പറ്റും എന്നുള്ളൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത സാഹചര്യത്തിൽ കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസികൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അടുത്തത് നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമിറ്റും ഡിസീസ് വൈസ് സബ്ലിമിറ്റുമാണ്. അതായത്
എല്ലാവരുടെയും ഒരു ധാരണയിൽ ഒരു പോളിസി, ഇപ്പോൾ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി മെഡിസെപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മെഡിസെപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സബ്ലിമിറ്റിന്റെ അയ്യൂറുകളിലുള്ള ഒരു പോളിസിയാണെന്ന് നമ്മൾ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു ഡോക്യുമെന്റ് ചെക്ക് ചെയ്ത് വിലയിരുത്തി ഇത്രയും ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. അത് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ് മെഡിസെപ്പിന്റെ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അല്ലാത്ത സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ 10 ലക്ഷവും കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പോളിസിയിൽ സബ്ലിമിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് അവർ ഓരോ സെഗ്മെന്റിലും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്കൊരു കണ്ണിന്റെ ഓപ്പറേഷൻ ആയിട്ട് വന്നു, അപ്പോൾ ഒരു കണ്ണിന് 15,000 രൂപ കിട്ടും, അല്ലെങ്കിൽ ഒരു കണ്ണിന് 20,000 രൂപ കിട്ടും, 10,000 കിട്ടും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ സബ്ലിമിറ്റ്. 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, പക്ഷെ ഇത് വന്നാൽ ഇത്രേ കിട്ടൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന സംഭവം. വളരെ പ്രശസ്തമായ പല പ്രോഡക്ട്സിനും ഈ പറയുന്ന സബ്ലിമിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അടുത്തിടെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രോഡക്റ്റിന് 50 ലക്ഷം എടുത്ത ഒരു ക്ലയന്റ് ആണ്. പക്ഷേ അയാളുടെ ഒരു ട്രീറ്റ്മെന്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് 1 ലാക്ക് വരെയേ ഉള്ളൂ, റോബോട്ടിക് സർജറി 1 ലാക്ക് വരെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സാധനമൊക്കെ അവർക്ക് പ്രീമിയം കുറയ്ക്കാനായിട്ട് അവരെ സഹായിക്കും. പക്ഷെ നമ്മൾ ചില സമയത്ത് പെടുത്തി കളയുമെന്നുള്ളത് കൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള സബ്ലിമിറ്റ് ഇല്ലാത്തൊരു പോളിസി എടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ സബ്ലിമിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീമിയം കുറയുന്നതായിരിക്കും. അപ്പം റൂം റെന്റ് 2000 രൂപ നിങ്ങൾക്ക് വന്നു. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പ്രൊപ്പോർഷണേറ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാവും. അപ്പം റൂം റെന്റിൽ നിങ്ങൾക്കൊരു 2000 രൂപയുടെ ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2000 രൂപയിൽ കൂടുതലുള്ള റൂമിൽ നിങ്ങൾക്ക് കിടക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു 3000 രൂപയിലേക്ക് വന്നാൽ ബാക്കി എന്ത് സംഭവിക്കുമെന്ന് ആരും പറഞ്ഞിരുന്നില്ല. 3000 രൂപയുടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുവദനീയമായ സംഭവം 2000 ആണ്, 3000 രൂപയിലേക്ക് പോയി. അതായത് മൊത്തം 66 പോയിന്റ് ചില്ലറ, 66% എന്ന് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂട്ടാം. 66% നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളൊരു 10 ദിവസം കിടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്കൊരു സർജറിക്കാണ് നിങ്ങൾ അഡ്മിറ്റ് ആയെന്ന് വിചാരിച്ചോളൂ, ഒരു 1 ലക്ഷം രൂപ നിങ്ങളുടെ സർജറി ആയെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ അതിന് വേണ്ടി മെഡിസിൻ മേടിച്ചിട്ടുണ്ടെന്ന് എടുത്തോളൂ, ഡോക്ടർ ഫീ, നഴ്സിംഗ് ഫീ, ഇവയൊക്കെ സാധനങ്ങളെല്ലാം അഡീഷണൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു 3 ബില്ല് വന്നു വിചാരിക്കുക, എല്ലാം കൂടെ കൂടി. അതിൽ മെഡിസിൻ്റെ എമൗണ്ട് മാത്രം ഒന്നും കുറയാതെ കിട്ടും. നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് നടക്കുന്ന IP മെഡിസിൻ്റെ എമൗണ്ടിൽ 10 പൈസ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തതിലെല്ലാം ഈ പ്രൊപ്പോർഷണേറ്റ് ഡിഡക്ഷൻ ബാധിക്കും. അതായത് 66%. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സർജറിക്ക് നിങ്ങൾക്ക് 66,000 രൂപ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ ഫീ, നഴ്സിംഗ് ഫീ, നമ്മൾ പറഞ്ഞ ബാക്കി എല്ലാത്തിനും ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടും. കട്ട് കിട്ടും, കട്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമാണ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹോസ്പിറ്റൽ ബില്ല് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ജനറലി നിങ്ങളൊരു പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടേണ്ടത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം റെന്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടണം, ICU ഉണ്ടെന്നുണ്ടെങ്കിൽ ICUവിൻ്റെ ചാർജസ് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടണം, ഡോക്ടർ ഫീ, നഴ്സിംഗ് ഫീ, IP മെഡിസിൻസ്, ഈ വക സാധനങ്ങളാണ് മിനിമമായിട്ട്. ഇനി സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് മിനിമമായിട്ട് കിട്ടേണ്ടത്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ ബില്ല് കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം, അതിനകത്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് വേറെയുണ്ട്. കൺസ്യൂമബിൾസ്, നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ, ഇങ്ങനെ ഒരു സെഗ്മെന്റ് അതിനകത്ത് വരുന്നുണ്ടാവും. അപ്പം അത് യഥാർത്ഥത്തിൽ പെടുന്നില്ല. കൺസ്യൂമബിൾസ് ചില കേസിൽ ഇപ്പോൾ ആളുകൾ പറയേണ്ടത് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ, ഗ്ലൗസിൻ്റെ കാശ്, മാസ്കിൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഈ നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 64 ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റത്തിൽ ഏത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ കാശുണ്ട് ശരിക്കും. അതൊരു ആക്സിഡൻറ്റ് കേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് തന്നെ നമ്മളെ ബാധിക്കും. ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പറയുന്ന ചെസ്റ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെ, കഞ്ചഷൻ പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുക, നീർക്കെട്ട് കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ അവരെ നെബുലൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്ന പണമൊക്കെ ഈ പറയുന്ന നോൺ മെഡിക്കൽ എക്സ്പെൻസിലേക്കാണ് പോവുക. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നായിട്ട് പോകും. ചില കേസിൽ അത് വലിയ എമൗണ്ടിലേക്ക് വരും. ഉദാഹരണത്തിന് പണ്ട് രാജഗിരിയിൽ ഉണ്ടായ ഒരു കേസുണ്ട്. അവിടെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000-ഓളം രൂപ നെബുലൈസേഷൻ ചാർജസ് ആയിട്ട് മാത്രം വന്നിട്ടുള്ള സംഭവമുണ്ട്. 14 ദിവസം ഒരു കുട്ടി കിടന്നിട്ട്. അപ്പോൾ ഇത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുമായിരിക്കും, കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും വരിക. ചിലതിലെന്ന് പറഞ്ഞാൽ വലിയ തുകകളായിരിക്കും വരിക. ആക്സിഡൻറ്റ് പോലുള്ള കേസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടേതായിട്ടുള്ള ചില കേസുകളിലെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ കൺസ്യൂമബിൾസിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ മെഡിക്കൽ എക്സ്പെൻസും കൺസ്യൂമബിൾസും എല്ലാം കവർ ചെയ്യാം. നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക,
ഒന്നില്ലെങ്കിൽ അതുള്ള പ്രോഡക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവരെങ്കിൽ അത് ആഡ് ഓൺ ആയിട്ട് എടുത്തു വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് എമൗണ്ട് അഡീഷണൽ വരുമായിരിക്കും, പക്ഷെ അത് വന്നോട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ എമൗണ്ട് കുറെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് സത്യമാണ്. പ്രൊജക്ട് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് സെയിം പേഴ്സൺ സെയിം ഡിസീസ് നിങ്ങളുടെ പ്രോഡക്റ്റ് അനുവദിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഇപ്പോൾ ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ ആണ് ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഫാമിലി ഫ്ലോട്ടർ പ്ലാനിൽ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അസുഖം വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു കിഡ്നി ഫെയിലിയർ വന്നു എന്ന് വിചാരിച്ചു. ആ കിഡ്നി ഫെയിലിയർ വന്നതിന് ശേഷം അതേ ആൾക്ക് അതേ അസുഖത്തിന്റെ എന്തെങ്കിലും ഒരു രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് അതേ വർഷം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്ലെയിം കൊടുത്തത് കൊണ്ട് രണ്ടാമത് ഇവരുടെ പ്രോഡക്റ്റ് ഈ ഒരു സാധനം സമ്മതിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ചില കമ്പനികൾക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, അവർ സെയിം പേഴ്സൺ സെയിം ഡിസീസ് കൊടുക്കും, ചിലർക്ക് അത് കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെയിം പേഴ്സൺ സെയിം ഡിസീസ് കവർ ചെയ്യപ്പെടുമോ എന്നുള്ളത്. അത് പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു പ്രീമിയം വരും. അല്ലാത്ത സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ അത് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് കൊടുക്കുക? എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഞങ്ങളുടെ കമ്പനി വളരെ നല്ലതാണ്, സാറിന് ഇപ്പോൾ ഒരു കിഡ്നിയുടെ ഒരു പ്രശ്നം വന്നു, അതിന് സാറിന് ക്ലെയിം വന്നു, ഹാർട്ടിന്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വർഷം വീണ്ടും വന്നു കഴിഞ്ഞാലും സാറിന് ക്ലെയിം തരും സാർ, ഇത്രയായിരിക്കും പറഞ്ഞ് നിർത്തുക. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നീട് എനിക്ക് വീണ്ടും ഒരു സംഭവം വന്നാൽ എനിക്ക് കിട്ടുമോ? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് ഉത്തരം പറയുന്നത് നോക്കുക. ഈ പറയുന്ന സംഭവം ചിലർക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട്. സെയിം പേഴ്സൺ സെയിം ഡിസീസിന്റെ കേസ് ചിലർക്ക് പറയാറില്ല, അല്ലെങ്കിൽ അറിയാറില്ല എന്ന് പറയുന്ന കേസുകൾ വരാറുണ്ട്. അവിടെയും ഈ പറയുന്ന പേപ്പറിൽ അത് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന കമ്പനിക്ക് ഇൻഹൗസ് സെറ്റിൽമെന്റ് ആണോ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ആണോ ഉള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിന് നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ സഹായം തേടാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് അധികവും നമ്മൾക്ക് ഈ പറയുന്ന എമൗണ്ട് കട്ടിങ്സ് കൂടുതൽ വരിക, റിജക്ഷൻ കൂടുതൽ വരിക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPS വരുമ്പോൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഹൗസ് സെറ്റിൽമെന്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക തന്നെ വേണം. വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പോളിസി കിട്ടുക? ഇപ്പൊ പല ആളുകളും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ, ഒന്നും അറിയില്ലാത്ത ഒരാളാണ്, അയാൾക്ക് നിലവിൽ ഒരു അസുഖവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ വർഷം മുതൽ എല്ലാ അസുഖങ്ങളും കവേർഡ് ആയിരിക്കും എന്നാണ് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു വാചകം. ഇനി അതല്ല, അതിനകത്തൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ 1 ഓൺവേർഡ്സ് നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ കെട്ടി പോണ വഴി ഒരു വാഹനാപകടം നടന്നു എന്ന് വിചാരിക്കുക, ഒരു ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ തെന്നി വീണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ക്ലെയിം കിട്ടും. ഓക്കെ, ഡേ 1 ഓൺവേർഡ്സ് ആക്സിഡൻസ് കവേർഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡേയ്സിന്റെ കണക്കാണ്. നോർമലി നിങ്ങൾക്ക് വരുന്ന ഒരു സാധാരണ അസുഖത്തിന് 30 ഡേയ്സിന്റെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 31st ഡേ, 31ാമത്തെ ദിവസം മുതലാണ് നിങ്ങൾക്ക് അതിന്റെ ക്ലെയിം ലഭിച്ചു തുടങ്ങുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയേണ്ടതാണ് സ്പെസിഫിക് ഡിസീസുകൾ, പ്രൊസീജിയറുകൾ, ഇവരുടെ വെയിറ്റിംഗ് പീരീഡ് ആണ്. 2 വർഷം അതിനകത്ത് സ്പെസിഫിക് ഡിസീസുകൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനകത്ത് ചില അസുഖങ്ങൾ നമുക്ക് വന്നാൽ, അതായത് ഇരുന്ന് തഴക്കവും പഴക്കവും വെച്ച് വരുന്ന അസുഖങ്ങൾ നമുക്ക് വന്നാൽ 2 വർഷത്തിന് ശേഷം മാത്രമാണ് അത് കവർ ചെയ്യുള്ളൂ എന്നുണ്ട്. അതിൽ കുറേ ലിസ്റ്റ് ഓഫ് ഡിസീസുകളുണ്ട്. ആ ലിസ്റ്റും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആ ലിസ്റ്റിന്റെ ഒരു പ്രസന്റേഷന്റെ ഒരു സംഭവം കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സ്പെസിഫിക് ഡിസീസുകൾ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ക്ലാരിറ്റി വരും. ഇനി അടുത്തൊരു കാറ്റഗറി കൂടി ശരിക്കും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസുഖം ഉള്ള ഒരാളാണ്, അത് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, അങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 3rd ഇയർ ഓൺവേർഡ്സ്, ഓക്കെ, 3rd ഇയർ കഴിഞ്ഞതിന് ശേഷം, ഓൺവേർഡ്സ് അല്ല, 3rd ഇയർ കഴിഞ്ഞ് 4th ഇയർ ഓൺവേർഡ്സ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലെയിം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എക്സിസ്റ്റിംഗ് ഡിസീസുകൾ എന്നാണ് അതിന് പറയാം. അപ്പം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സിസ്റ്റിംഗ് ഡിസീസുകൾ മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ ഡിസ്ക്ലോഷറിലേക്ക് പോകും. അവിടെ നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം അപ്പാടെ അങ്ങനെ പോകും. പ്രീമിയം അടച്ച കാശ് വരെ ചില സാഹചര്യത്തിൽ നഷ്ടപ്പെടും. ഒരു ക്ലെയിമിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് കാരണം കൊണ്ടാണ് അവിടെ റിജക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ക്ലെയിം പാസ്സാകുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒരാൾക്ക് വന്നത്, അതിൻ്റെ
കാരണം, അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നോർമലി യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കവറായി പോകേണ്ടതാണ്. ഒരു 7 മാസം 8 മാസം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരാൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു. ആ ഒരു ഇൻഫെക്ഷൻ യഥാർത്ഥത്തിൽ റിജക്ട് ചെയ്യപ്പെടുന്നു അതിൻ്റെ ക്ലെയിം. എന്തായിരിക്കും കാരണം എന്നുള്ളതാണ്. അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ളതിൻ്റെ കാരണം കിഡ്നി സ്റ്റോൺ ആയിരുന്നു. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോണിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2 വർഷത്തെ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ആണ് ബേസിക് റീസൺ എന്നുള്ളത് കൊണ്ട് അവിടെ ആ ക്ലെയിം റിജക്ട് ചെയ്യപ്പെടും. ഇനി മറിച്ച് മറ്റൊരു സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ അയാളൊരു ബി പി പേഷ്യൻ്റ് ആയിരുന്നു. അയാൾക്ക് ബി പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ഡിസീസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരിടത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ തട്ടി വീണു. അയാൾ നേരെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റായി. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആക്സിഡൻ്റ് ആണ് പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, ബി പി എന്താ പറയുക കൂടി അല്ലെങ്കിൽ കുറഞ്ഞ് അയാൾ കുഴഞ്ഞു വീണതല്ല, അയാൾ തട്ടി വീണ് വന്ന ഒരു കേസായിരുന്നു. ആ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റ് ഗണത്തിലേക്ക് അത് മാറി. അവിടെ നമുക്ക് ഡേ 1 ഓൺവേർഡ്സ് തന്നെ കവറേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാരണം എന്താണ്, ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു പോളിസി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ കമ്പനിയെ അറിയിക്കേണ്ടതായിട്ട് ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കണം. കമ്പനിക്ക് നമുക്ക് ഒരു മെയിൽ അയക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു സാധനം കൂടെ മേടിക്കണം. അതാണ് ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു, ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഞങ്ങളപ്പോൾ ഇന്ന അസുഖമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അതാണ് ആ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ വെച്ച് കമ്പനിയോട് നമ്മൾ പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഈ പറയുന്ന പ്രീമിയം ഹൈക്കോ ബാക്കി കാര്യങ്ങളോ ഒന്നും വരേണ്ടതില്ല. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു അസുഖമില്ല, വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പനീനെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അല്ലാത്തൊരു സാഹചര്യം വന്നു കണ്ടുപിടിച്ചു കുറേ കാലം കൊണ്ടുള്ള ഒരു അസുഖമായിരുന്നു എന്ന് കമ്പനി അറിഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോളിസി എടുത്ത് റീസെൻറ്റ് ഡേറ്റ്സിൽ വന്നിട്ടുള്ള ഒരു കേസാണെങ്കിൽ പോലും അത് നോൺ ഡിസ്ക്ലോഷറിലേക്കൊക്കെ പെടുത്താം. പിന്നെ നമ്മൾ ആ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് പിന്നെ എടുത്തുകൊണ്ടിരാൻ പാടായിരിക്കും. ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ ഒരു പുതിയ അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങി വയ്ക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്. ആളാണെന്ന് വിചാരിക്കും, കമ്പനി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പോളിസി എടുക്കേണ്ടതായിട്ട് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം യെസ്, എടുക്കണം. കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കമ്പനി നമുക്ക് അപ്പോൾ തരുന്ന ഒരു സേഫ്റ്റി സൈഡാണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന് പിന്നീട് തേർഡ് പാർട്ടീസ് അവർ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമെങ്കിൽ എത്രത്തോളം ആളുകൾ കൊണ്ടുപോകാറുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. മാത്രമല്ല സപ്പോർട്ട് ലൈനിൽ പിന്നീട് തേർഡ് പാർട്ടി എത്രത്തോളം അതിൽ ഇത് കാണിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ് എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു കുറേ കാലം കമ്പനികളെ ഇങ്ങനെ സേവിച്ചു, അപ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കമ്പനിയിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കമ്പനി കയറുന്നു, അവിടെ നിങ്ങൾക്ക് ഡേ 1 ഓൺവേർഡ്സ് കവറേജ് കിട്ടുന്നു. ഇനി ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ കയറുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യുന്നോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിചാരിക്കുക. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസുഖം നിലവിൽ വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടത്തില്ല. മാത്രമല്ല ഈ വെയിറ്റിംഗ് പീരീഡ്സ് എല്ലാം വീണ്ടും ആപ്ലിക്കബിൾ ആയിട്ട് നിങ്ങൾക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സൈഡ് വൈസ് ഒരെണ്ണം എപ്പോഴും എടുത്തു വയ്ക്കുക. നിങ്ങൾ അതിൽ നിന്ന് ക്ലെയിം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഉള്ള കമ്പനിയുടെ ഇൻഷുറൻസ് തന്നെ ആദ്യം എടുക്കുക. ഇനി ഇതിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോളിസി ആണെന്നുണ്ടെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2 വർഷം കമ്പനിക്ക് നിങ്ങളൊരു നല്ല കസ്റ്റമറായിട്ട് നിൽക്കും. പിന്നീട് നിങ്ങൾക്ക് എന്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും തന്നെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത്. അല്ലാത്തുള്ള 1-2 കമ്പനീസേ ഉള്ളൂ. അത് നമ്മളൊരിക്കലും അവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുമില്ല. ജെന്യുവൻ ആയിട്ടുള്ള ഒരു ക്ലെയിം നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ജെന്യുവൻ ആയിട്ടുള്ള ക്ലെയിം നമ്മൾ റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വെയിറ്റിംഗ് പീരീഡ്സ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതൊക്കെ കഴിഞ്ഞതാണ്, അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല, അല്ലാതെ തന്നെ കമ്പനി റിജക്റ്റ് ചെയ്തതാണെന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ കമ്പനിയുടെ ഗ്രീവിയൻസ് സെല്ലിലേക്ക് നമ്മൾ മെയിൽ അയക്കുക. കമ്പനിയുടെ ഗ്രീവിയൻസിലേക്ക് നമ്മൾ മെയിൽ അയച്ചതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എറണാകുളം രഘുപുരം സൈഡിലാണ് നമുക്ക് ഓംബുഡ്സ്മാൻ ഉള്ളത്. അവിടെ നമ്മളൊരു വെള്ള പേപ്പറിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് പരാതി എഴുതി കൊടുത്താൽ മതി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തുകൊണ്ട് ഒരു 90% കേസുകളിൽ എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ജെന്യുവൻ കേസുകളല്ല, 90-95% കേസുകളിൽ അവർക്ക് ക്ലെയിം ലഭിക്കാറുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട്. പക്ഷെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല, കിട്ടിയില്ല ആ പോയി എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ കമ്പനിയുടെ ഗ്രീവിയൻസ് സെല്ലിലേക്ക് അയക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറയുന്ന അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഓംബുഡ്സ്മാനിലേക്ക് പോകണം. ഓംബുഡ്സ്മാൻ നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നതായിരിക്കും.